അന്താരാഷ്ട്ര കുപ്രസിദ്ധി നേടിയ ഒരു മോഷ്ടാവ്, ഒരു കള്ളൻ്റെ കഥ, ദി അനാട്ടമി ഓഫ് ദി സെർപ്പൻറ്റ്. ചാൾസ് ശോഭരാജിൻ്റെ ജീവിതത്തെയും കുറ്റകൃത്യങ്ങളെയും കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു ക്രിമിനോളജിക്കൽ റിപ്പോർട്ടാണ്. ചാൾസ് ശോഭരാജ് ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ പരമ്പര കൊലയാളികളിൽ ഒരാളായ ചാൾസ് ശോഭരാജിൻ്റെ ജീവിതം കേവലം ഒരു കുറ്റവാളിയുടെ ചരിത്രം എന്നതിലുപരി 1970കളിലെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളുടെയും നിയമ സംവിധാനങ്ങളിലെ പഴുതുകളുടെയും ഒരു നേർചിത്രമാണ്. ദി സെർപ്പന്റ്, ബിക്കിനി കില്ലർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ശോഭരാജ് തൻ്റെ ഇരകളെ വശീകരിച്ച് കീഴ്പ്പെടുത്താൻ ഉപയോഗിച്ച തന്ത്രങ്ങളും ജയിൽ ചാടാൻ നടത്തിയ സാഹസിക നീക്കങ്ങളും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് വഴുതിമാറാനുള്ള അസാമാന്യമായ കഴിവുമാണ് അദ്ദേഹത്തെ ക്രിമിനൽ ചരിത്രത്തിലെ ഒരു അപൂർവ അധ്യായമായി മാറ്റുന്നത്. ചാൾസ് ശോഭരാജ് എന്ന കുറ്റവാളിയുടെ രൂപീകരണത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ്. 1944 ഏപ്രിൽ 6 ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ, അതായത് ഇന്നത്തെ വിയറ്റ്നാമിലെ സൈഗോണിലാണ് ഹോട്ട്ചന്ദ് ഭവാനി ഗുരുമുഖ് ശോഭരാജ് ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയിൽ ജനിച്ച ശോഭരാജിൻ്റെ മാതാപിതാക്കൾ വിവാഹിതരായിരുന്നില്ല. വിയറ്റ്നാമീസ് വംശജയായ ട്രാൻ ലോങ് എന്ന കട ജീവനക്കാരിയായിരുന്നു അമ്മ. പിതാവ് ശോഭരാജ് ഹോട്ട്ചന്ദ് ഭവാനി എന്ന ഇന്ത്യൻ ബിസിനസ്സുകാരനായിരുന്നു. എന്നാൽ പിതാവ് ശോഭരാജിൻ്റെ പിതൃത്വം അംഗീകരിക്കാൻ വിസമ്മതിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തിരസ്കരണമായി മാറി. ഈ തിരസ്കരണം ശോഭരാജിനെ സ്റ്റേറ്റ്ലെസ് എന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടു, അതായത് പൗരത്വമില്ലാത്ത ആൾ എന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. പിതാവിൻ്റെ അംഗീകാരമില്ലാതെ വളർന്ന ശോഭരാജ് തൻ്റെ അമ്മ പിന്നീട് ഒരു ഫ്രഞ്ച് ആർമി ഉദ്യോഗസ്ഥനായ അൽഫോൻസ് ഡാറോയെ വിവാഹം കഴിച്ചപ്പോൾ ആ കുടുംബത്തിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ അവിടെയും ശോഭരാജ് പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടില്ല. ഡോറായുടെയും അമ്മയുടെയും മറ്റു മക്കൾക്കിടയിൽ താനൊരു അധികപ്പറ്റാണെന്ന തോന്നൽ അദ്ദേഹത്തിൽ ശക്തമായിരുന്നു. കുടുംബത്തോടൊപ്പം ഫ്രാൻസിലെ മാർസലേസിലേക്കും പാരീസിലേക്കും മാറിയ ശോഭരാജ് കൗമാരപ്രായത്തിൽ തന്നെ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. പൗരത്വമില്ലായ്മയും കുടുംബത്തിലെ അവഗണനയും അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതികാരബോധം വളർത്താൻ ഇടയാക്കി. 1963 19-ാം വയസ്സിൽ ഭവനഭേദനത്തിന് അദ്ദേഹം ആദ്യമായി പാരീസിൽ ജയിലിലായി. ഈ ജയിൽവാസം അദ്ദേഹത്തെ തിരുത്തുന്നതിന് പകരം കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കൂടുതൽ അടുപ്പിച്ചു. ജയിലിലെ മറ്റു കുറ്റവാളികളുമായുള്ള സമ്പർക്കം നിയമത്തെ എങ്ങനെ കബളിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവ് നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു. ജയിലിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ശോഭരാജ് പഠിച്ചു. ശോഭരാജിൻ്റെ പിൽക്കാലത്തെ പാസ്പോർട്ടുകളോടുള്ള ഭ്രമം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പൗരത്വമില്ലായ്മ എന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് ഉടലെടുത്തതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നു. മറ്റുള്ളവരുടെ ഐഡന്റിറ്റികൾ മോഷ്ടിക്കുന്നത് അദ്ദേഹത്തിന് കേവലം ഒരു തട്ടിപ്പ് മാത്രമല്ല, തനിക്ക് നിഷേധിക്കപ്പെട്ട അംഗീകാരം പിടിച്ചു വാങ്ങാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. 1960കളുടെ അവസാനത്തിലും 1970കളുടെ തുടക്കത്തിലും ഏഷ്യയിലുടനീളം സഞ്ചരിച്ച ശോഭരാജ് സവിശേഷമായ ഒരു കുറ്റകൃത്യ രീതി വികസിപ്പിച്ചെടുത്തു. അക്രമം ഉപയോഗിച്ച് കവർച്ച നടത്തുന്നതിനേക്കാൾ സുരക്ഷിതം ഇരകളുടെ വിശ്വാസം ആർജിച്ചെടുത്ത ശേഷം മതി എന്ന് ശോഭരാജ് തിരിച്ചറിഞ്ഞു. ഇതിനായി അദ്ദേഹം അലൈൻ ഗൗത്തിയർ എന്ന പേരിൽ ഒരു വിജയിയായ രത്നവ്യാപാരിയായി സ്വയം അവതരിപ്പിച്ചു. 1970കളിലെ ഹിപ്പി ട്രയൽ സഞ്ചാരികളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് കുറഞ്ഞ ചിലവിൽ സഞ്ചരിക്കുന്ന യുവാക്കൾ പണത്തിന് ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. അവർക്ക് രത്നങ്ങൾ വിറ്റ് ലാഭമുണ്ടാക്കാമെന്നോ
കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം നൽകാമെന്നോ ഉള്ള ശോഭരാജിന്റെ വാഗ്ദാനങ്ങൾ അവരെ എളുപ്പത്തിൽ ആകർഷിച്ചു. ശോഭരാജിന്റെ ഏറ്റവും ക്രൂരമായ തന്ത്രങ്ങളിലൊന്ന് ഇരകളെ രോഗികളാക്കി മാറ്റുക എന്നതായിരുന്നു. ഇതിനായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് മാഗഡോൺ, മാൻഡ്രാക്സ്, ലാർഗാറ്റിൽ തുടങ്ങിയ മരുന്നുകളായിരുന്നു. ഈ മരുന്നുകൾ ഇരകൾക്ക് നൽകി അവരെ രോഗികളാക്കുന്നു. തുടർന്ന് അവരെ ശുശ്രൂഷിക്കാനെന്ന വ്യാജേന ശോഭരാജ് അവരുടെ സംരക്ഷകനാകുന്നു. രോഗാവസ്ഥയിൽ നിസ്സഹായരായ ഇരകൾ ശോഭരാജിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ അദ്ദേഹം അവരുടെ പാസ്പോർട്ടുകളും പണവും കൈക്കലാക്കുന്നു. പലപ്പോഴും ഇരകളുടെ പാസ്പോർട്ടിലെ ഫോട്ടോ മാറ്റി സ്വന്തം ഫോട്ടോ വെച്ച് അദ്ദേഹം ആ രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ബാങ്കോക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ശോഭരാജ് 1975 തന്റെ ക്രൂരതയുടെ ഉച്ചാവസ്ഥയിലെത്തി. തായ്ലൻഡ്, നേപ്പാൾ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി സഞ്ചാരികൾ അദ്ദേഹത്തിന്റെ ഇരകളായി. ബാങ്കോക്കിലെ കാനിറ്റി ഹൗസ് ആയിരുന്നു ശോഭരാജിന്റെ താവളം. ഇവിടെ വെച്ചാണ് അദ്ദേഹം പല ഇരകളെയും കൊലപ്പെടുത്തിയത്. അതിൽ ചില വ്യക്തികളുടെ പേര് നമുക്കൊന്ന് നോക്കാം. തെരേസ നോൾട്ടൺ ആയിരുന്നു അതിൽ പ്രധാനിയായ ഒരാൾ. സിയാറ്റിലിൽ നിന്നുള്ള യുവതി. ഇവരുടെ മൃതദേഹം ഗൾഫ് ഓഫ് തായ്ലൻഡിലെ ഒരു ടൈഡൽ പൂളിൽ ബിക്കിനി ധരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യം മുങ്ങിമരണമാണെന്ന് കരുതിയെങ്കിലും പിന്നീട് അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇരയായ മറ്റൊരാളാണ് ഹെങ്ക് ബിൻഡഞ്ചയും കോർണേലിയ ഹെഗറും. ഡച്ച് ദമ്പതികളായ ഇവരെ ശോഭരാജ് വശീകരിച്ച് കൂടെ കൂട്ടി. പിന്നീട് അവരെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയും തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കത്തിച്ചു കളയുകയും ചെയ്തു. മറ്റൊരു ഇരയാണ് വിറ്റാലി ഹക്കീം. ഇതൊരു തുർക്കിഷ് സഞ്ചാരിയാണ്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം പട്ടായ റിസോർട്ടിന് സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഈ കൊലപാതകമാണ് ഡച്ച് നയതന്ത്രജ്ഞനായ ഹെർമൻ നിപ്പൻബർഗിനെ ശോഭരാജിനെതിരെ അന്വേഷണം നടത്താൻ പ്രേരിപ്പിച്ചത്. സ്ത്രീകളുടെ മൃതദേഹങ്ങൾ ബിക്കിനി ധരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ദി ബിക്കിനി കില്ലർ എന്ന പേര് നൽകിയത്. 1975 ഡിസംബറിൽ ശോഭരാജ് നേപ്പാളിലെത്തി. അവിടെ വെച്ച് 2 വിദേശ സഞ്ചാരികളെ അദ്ദേഹം കൊലപ്പെടുത്തി. അതിൽ ഒന്നാമത്തെയാളാണ് കോണി ജോ ബ്രോൺവിച്ച്, ഒരു അമേരിക്കൻ സഞ്ചാരിയാണ്. രണ്ടാമത്തെ ആളാണ് ലോറൻസ് കാരിയേഴ്സ്, അതൊരു കനേഡിയൻ പൗരനാണ്. ഈ 2 കൊലപാതകങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം 2003 ശോഭരാജ് നേപ്പാളിൽ വെച്ച് അറസ്റ്റിലാക്കാൻ കാരണമായത്. ഇവരുടെ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം നേപ്പാളിൽ നിന്ന് കടന്നു കളഞ്ഞത്. ശോഭരാജിന്റെ കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന 2 പ്രധാന വ്യക്തികളുണ്ടായിരുന്നു. കാനഡയിലെ ക്യൂബെക്കിൽ നിന്നുള്ള മെഡിക്കൽ സെക്രട്ടറി ആയിരുന്ന മേരി ആൻഡ്രിയ. ഇന്ത്യയിൽ വെച്ചാണ് ഇവർ ശോഭരാജിനെ കണ്ടുമുട്ടുന്നത്. മോണിക് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇവർ ശോഭരാജിന്റെ കാമുകിയും വിശ്വസ്തയുമായി മാറി. ഇരകളെ വശീകരിക്കുന്നതിലും അവർക്ക് വിഷം കലർന്ന മരുന്നുകൾ നൽകുന്നതിലും മേരി സജീവ പങ്കുവഹിച്ചു. 1976 ശോഭരാജിനൊപ്പം ഇന്ത്യയിൽ വെച്ച് അറസ്റ്റിലായെങ്കിലും അണ്ഡാശയ ക്യാൻസർ ബാധിച്ച് അതിനെ തുടർന്ന് 1983 കോടതി അവർക്ക് കാനഡയിലേക്ക് മടങ്ങാൻ അനുമതി നൽകി. 1984 38-ാം വയസ്സിൽ അവർ അന്തരിച്ചു. ശോഭരാജിന്റെ വലം കൈയായിരുന്ന ഒരു ഇന്ത്യക്കാരനാണ് അജയ് ചൗധരി. ഒരു ഇന്ത്യൻ യുവാവായിരുന്ന ഇദ്ദേഹം ശോഭരാജിന്റെ പ്രവൃത്തിയിൽ ആകൃഷ്ടനായിരുന്നു. കൊലപാതകങ്ങൾ നടപ്പിലാക്കുന്നതിലും മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിലും ഇദ്ദേഹം ശോഭരാജിനെ സഹായിച്ചിരുന്നു. 1976 ശോഭരാജ് അജയ് ചൗധരിയെ മലേഷ്യയിലെ ഒരു കാട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ തിരോധാനം ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു. ശോഭരാജിന്റെ അമിത വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വലിയ പതനത്തിന് കാരണമായത്. 1976 ജൂലൈയിൽ ന്യൂഡൽഹിയിലെ വിക്രം ഹോട്ടലിൽ വെച്ച് 60 അംഗങ്ങളുള്ള ഒരു ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സംഘത്തെ മുഴുവൻ മയക്കിക്കിടത്തി കവർച്ച നടത്താൻ അദ്ദേഹം ശ്രമിച്ചു.
എന്നാൽ മരുന്നിന്റെ അളവ് തെറ്റിയതോടെ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ചിലർ ഹോട്ടൽ ലോബിയിൽ കുഴഞ്ഞു വീണു. ഇത് വിഷബാധയാണെന്ന് തിരിച്ചറിഞ്ഞ മറ്റു വിദ്യാർത്ഥികൾ ശോഭരാജിനെയും കൂട്ടാളികളെയും കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. ഈ സംഭവം ശോഭരാജിന്റെ അജയ്യൻ എന്ന പ്രതിച്ഛായ തകർത്തു. ഇന്ത്യയിൽ അറസ്റ്റിലായ ശോഭരാജിന് കൊലപാതക കുറ്റത്തേക്കാൾ കവർച്ചാ ശ്രമത്തിനാണ് ശിക്ഷ ലഭിച്ചത്, ഏകദേശം 12 വർഷം. എന്നാൽ തീഹാർ ജയിലിലെ ജീവിതം അദ്ദേഹത്തിന് ഒരു ശിക്ഷയായിരുന്നില്ല. ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി അദ്ദേഹം അവിടെ ആഡംബര സൗകര്യങ്ങൾ നേടി. ജയിലിനുള്ളിൽ വെച്ച് അദ്ദേഹം പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർക്ക് അഭിമുഖങ്ങൾ നൽകുകയും തൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വീമ്പിളക്കുകയും ചെയ്തു. 1986 ശോഭരാജന്റെ 12 വർഷത്തെ തടവ് ശിക്ഷ അവസാനിക്കാറായിരുന്നു. എന്നാൽ തായ്ലൻഡിൽ 20 വർഷത്തെ കാലാവധിയുള്ള ഒരു അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മോചിതനായാൽ ഉടൻ തായ്ലൻഡിലേക്ക് നാടുകടത്തപ്പെടുമെന്നും അവിടെ വധശിക്ഷ ലഭിക്കുമെന്നും ശോഭരാജ് മനസ്സിലാക്കി. ഇത് ഒഴിവാക്കാൻ അദ്ദേഹം ഒരു തന്ത്രം മെനഞ്ഞു: ജയിൽ ചാടുക, വീണ്ടും പിടിക്കപ്പെടുക. അങ്ങനെ വന്നാൽ ജയിൽ ചാടിയ കുറ്റത്തിന് ഇന്ത്യയിൽ വീണ്ടും വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷാ കാലാവധി നീളുകയും ചെയ്യും. തായ്ലൻഡിലെ വാറണ്ട് കാലാവധി കഴിയുന്നതുവരെ ഇന്ത്യൻ ജയിലിൽ സുരക്ഷിതമായി കഴിയാം. 1986 മാർച്ച് 18 തന്റെ 42ാം ജന്മദിനം ആഘോഷിക്കാനെന്ന വ്യാജേന ശോഭരാജ് ജയിലിലെ കാവൽക്കാർക്കും തടവുകാർക്കും മധുരപലഹാരങ്ങളും പഴങ്ങളും വിതരണം ചെയ്തു. ഇതിൽ ഉറക്കഗുളികൾ കലർത്തിയിരുന്നു. എല്ലാവരും ബോധരഹിതരായപ്പോൾ ശോഭരാജ് അനായാസം ജയിലിന് പുറത്തേക്ക് നടന്നുപോയി. ജയിൽ ചാടിയ ശോഭരാജ് ഗോവയിലേക്കാണ് പോയത്. വിനോദസഞ്ചാരികൾ ധാരാളമുള്ള ഗോവയിൽ മറഞ്ഞിരിക്കാൻ എളുപ്പമാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ മുംബൈ പോലീസിലെ ഇൻസ്പെക്ടർ മധുകർ സാൻഡെ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഗോവയിലെ പോർവോറിലുള്ള ഓ കൊക്കിറോ റെസ്റ്റോറൻറ്റിലെ വിദേശികൾ അന്താരാഷ്ട്ര ഫോണുകൾ വിളിക്കാനായി ആശ്രയിച്ചിരുന്ന സ്ഥലമായിരുന്നു. ശോഭരാജ് അവിടെ വരുമെന്ന് സെൻഡെ കണക്ക് കൂട്ടി. 1986 ഏപ്രിൽ 6 അതായത് ശോഭരാജിന്റെ യഥാർത്ഥ ജന്മദിനത്തിൽ മധുകർ സെൻഡെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ശോഭരാജിനെ കണ്ടെത്തി. വേഷം മാറിയിരുന്നെങ്കിലും സെൻഡെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ശാന്തനായി അടുത്തു ചെന്ന് സെൻഡെ പറഞ്ഞു, "ഹലോ ചാൾസ്, ഹൗ ആർ യു?" അറസ്റ്റിലായ ശോഭരാജിന് 10 വർഷം കൂടി ശിക്ഷ ലഭിച്ചു. അങ്ങനെ തായ്ലൻഡിലെ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. 1997 തായ് വാറണ്ട് കാലാവധി കഴിഞ്ഞ ശേഷം അദ്ദേഹം മോചിതനായി ഫ്രാൻസിലേക്ക് മടങ്ങി. മോചിതനായ ശേഷം ഫ്രാൻസിലെത്തിയ ശോഭരാജ് തന്റെ കുപ്രസിദ്ധി വിറ്റ് കാശാക്കാൻ തുടങ്ങി. അഭിമുഖങ്ങൾക്കും ഫോട്ടോകൾക്കും അദ്ദേഹം വൻതുക ഈടാക്കി. താനൊരു നിരപരാധിയാണെന്ന് അവകാശപ്പെടുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധ ആസ്വദിക്കുകയും ചെയ്തു. ഒരു വിരമിച്ച കുറ്റവാളി എന്ന നിലയിൽ അദ്ദേഹം പാരീസിൽ സുഖലോലുപനായി ജീവിച്ചു. 2003 ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശോഭരാജ് നേപ്പാളിലേക്ക് മടങ്ങി. തനിക്കെതിരെയുള്ള കൊലപാതക കേസുകളുടെ ഫയലുകൾ നശിച്ചു പോയിട്ടുണ്ടാകുമെന്ന അമിത വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. കാഠ്മണ്ഡുവിലെ യാഖാൻഡ് യതി ഹോട്ടലിലെ കാസിനോ റോയലിൽ ശോഭരാജ് ബാക്കാരറ്റ് കളിക്കുന്നത് ജോസഫ് നാഥൻ എന്ന മാധ്യമപ്രവർത്തകൻ കണ്ടെത്തി. ദി ഹിമാലയൻ ടൈംസ് പത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ നാഥൻ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു. 2003 സെപ്റ്റംബർ 19 പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ശോഭരാജിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് ദി ഹിമാലയൻ ടൈംസ് പ്രസിദ്ധീകരിച്ച വാർത്തയായിരുന്നു. എന്നാൽ നെറ്റ്ഫ്ലിക്സിന്റെ ദി സർപ്പന്റ് എന്ന സീരീസ് ഈ ക്രെഡിറ്റ് മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചത്. ഇത് പിന്നീട് മാധ്യമങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി. ഇത്തവണ നേപ്പാൾ പോലീസ് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. 1975 കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവർ കോടതിയിൽ ഹാജരാക്കി. 2004 കോണിജോ ബ്രോൺസിച്ചിന്റെ കൊലപാതകത്തിന് ശോഭരാജിന് ജീവപര്യന്തം തടവ് ലഭിച്ചു. 2014 ലോറന്റ് കാരിയേഴ്സിന്റെ കൊലപാതകത്തിനും ശിക്ഷ വിധിച്ചു. നേപ്പാൾ ജയിലിൽ കഴിയുമ്പോൾ 2008 64-കാരനായ ശോഭരാജ് തന്റെ അഭിഭാഷകയുടെ മകളായ 20-കാരി നിഹിത ബിശ്വാസിനെ വിവാഹം കഴിച്ചു. ഈ വിവാഹം വലിയ
മാധ്യമശ്രദ്ധ നേടി. നിഹിത പിന്നീട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും ശോഭരാജിനെ ന്യായീകരിക്കുകയും ചെയ്തു. 19 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ശോഭരാജിന്റെ ആരോഗ്യനില വഷളായി. 2017 അദ്ദേഹത്തിന് ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. 2022 ഡിസംബർ 21 നേപ്പാൾ സുപ്രീം കോടതി ശോഭരാജിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ പ്രായം, ഹൃദ്രോഗം, നല്ല പെരുമാറ്റം എന്നിവ കണക്കിലെടുത്താണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. ശിക്ഷയുടെ 75% അദ്ദേഹം അനുഭവിച്ചു തീർത്തു. 2022 ഡിസംബർ 23 അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് നാടുകടത്തി. വിമാനത്തിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേപ്പാൾ സ്റ്റേറ്റ് ഉൾപ്പെടെ പലർക്കുമെതിരെ എനിക്ക് കേസ് കൊടുക്കണം. പാരീസിലെത്തിയ ശേഷം അദ്ദേഹം ഹോട്ടലിൽ നിന്ന് അയച്ച സന്ദേശം ഇങ്ങനെയായിരുന്നു: ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ ബാത്ത് ടബിൽ കുളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി. എന്തൊരു സുഖം. 2025 81 വയസ്സുള്ള ശോഭരാജ് പാരീസിൽ സ്വതന്ത്രനായി ജീവിക്കുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കുന്ന അദ്ദേഹം പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും വഴി തന്റെ ഭാഗം ലോകത്തെ അറിയിക്കാൻ ശ്രമിക്കുന്നു. 2025 ജനുവരിയിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ബ്ലാക്ക് വാറണ്ട് എന്ന സീരീസും സെപ്റ്റംബറിൽ ഇൻസ്പെക്ടർ സെൻഡെ എന്ന സിനിമയും റിലീസ് ചെയ്തത് ശോഭരാജന്റെ കഥയോടുള്ള ജനങ്ങളുടെ താല്പര്യം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. ചാൾസ് ശോഭരാജ് എന്ന സർപ്പന്റ് ആധുനിക കുറ്റകൃത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും മനുഷ്യരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തും അദ്ദേഹം നടത്തിയ യാത്രകൾ ഭയപ്പെടുത്തുന്നതാണ്. തൻ്റെ ഇരകളോട് യാതൊരുവിധ സഹതാപവും ഇല്ലാത്ത ഒരു മനോഭാവമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. എനിക്ക് വികാരങ്ങളില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഇതിന് തെളിവാണ്. ശോഭരാജിന്റെ കഥ കേവലം സാഹസികതയല്ല, മറിച്ച് മനുഷ്യന്റെ ക്രൂരതയുടെയും അതിജീവനത്തിന്റെയും തന്ത്രങ്ങളുടെയും നേർസാക്ഷ്യമാണ്. 1970കളിലെ ഹിപ്പി സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ സംഭവത്തെ നോക്കിക്കാണാൻ. അത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒന്നായി മാറും.